ഹലോ ഓൾ, നമുക്കിന്ന് വൈബ്രേഷൻ ഐസൊലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും നമുക്കൊരു സ്ട്രക്ചറിനെ വൈബ്രേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റ് വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവര് ഇനീഷ്യൽ പാരഗ്രാഫിൽ പറയുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു മെഷീൻ ഉണ്ട്, അത് നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അത് നല്ല റിജിഡ് ആയിട്ട് നമ്മളൊരു ഫ്ലോറിലേക്ക് ബോൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ആ മെഷീന്റെ വൈബ്രേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും നമ്മുടെ സ്ട്രക്ചറിന്റെ ഫ്ലോറിലേക്കും അതേപോലെ തന്നെ ബോൾട്ട് വഴി ബാക്കി അഡ്ജസന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്കും ട്രാൻസ്മിറ്റഡ് ആയിരിക്കും. വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പരമാവധി മറ്റ് സ്ട്രക്ചറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടില്ല. പക്ഷേ ആ മെഷീനും ആ മെഷീൻ സ്റ്റാൻഡ് ചെയ്യുന്ന അതിന്റെ ഫൗണ്ടേഷനും ഒരുപാട് വൈബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതായത് ഒരു വളരെ സോഫ്റ്റ് സ്പോഞ്ചിന്റെ മുകളിൽ നിങ്ങളൊരു വൈബ്രേറ്ററോ അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീനോ ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇറ്റ് ഇസ് ഫ്രീ ടു ഡൂ സോ. അപ്പോൾ ഒരുപാട് ലാർജ് ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻസിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട് ഓഫ് ദ മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ഫൗണ്ടേഷൻ. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ജുഡീഷ്യസ് കോംപ്രമൈസ് ഇസ് ദെയർഫോർ ടു ബി സ്ട്രക്ക്. അതാണ് അവർ പറയുന്നത്. അതായത് ഒരുപാട് റിജിഡ് ആവാൻ പാടില്ല, ഒരുപാട് സോഫ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെക്സിബിളും ആവാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അപ്രോക്സിമേറ്റ് അല്ല, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി റേഷ്യോ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ റേഷ്യോ ഓഫ് വാട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മെഷീന്റെ ഫ്രീക്വൻസി, വൈബ്രേഷൻ ഫ്രീക്വൻസി ബൈ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് ഈ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ അല്ലെങ്കിൽ എഫ് ഡിവൈഡഡ് ബൈ എഫ് എൻ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി റേഷ്യോ. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒമേഗ ബൈ ഒമേഗ എൻ എന്ന് പറയുന്നത് ഏതർ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0.4 അല്ലെങ്കിൽ 0.5 ഓർ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.5. ഇതാണ് അക്സെപ്റ്റബിൾ റേഞ്ച് അല്ലെങ്കിൽ പെർമിസിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ നമുക്ക് ഈ അഡ്ജസന്റ് സ്ട്രക്ചറിലേക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പരമാവധി ആ ഒരു പെർട്ടിക്കുലർ വൈബ്രേഷൻ കോസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഷീനറിയെ പരമാവധി എവിടെയെങ്കിലും ദൂരെ കൊണ്ട് ലൊക്കേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് ദ മെഷീൻ പലപ്പോഴും അറ്റ് ഗ്രേറ്റർ ഡെപ്ത് കൊടുക്കാൻ കാരണം. അതായത് മറ്റ് റിമൈനിങ് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷനും മെഷീനിന്റെ ഫൗണ്ടേഷനും തമ്മിൽ വളരെ ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരുപാട് ദൂരം കൂടി കഴിയുമ്പോൾ ആ മെഷീന്റെ വൈബ്രേഷൻ എഫക്ട് കുറേശ്ശെ അറ്റൻവേറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് സ്ട്രക്ചറിനെ അധികം ബാധിക്കില്ല. അതുകൊണ്ടാണ് സൈറ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു കൻ സീ ഹിയർ ദ മെഷീനറി ഷുഡ് ബി ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ ഏരിയ മെന്റ് ഫോർ ദ പ്രിസിഷൻ വർക്ക് ആണ്. ഓക്കെ, നമുക്ക് എഫക്ട് പരമാവധി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി ദൂരെ ആയിരിക്കണം നിങ്ങളുടെ മെഷീൻ. അപ്പൊ മറ്റ് പ്രിസിഷൻ വർക്കുകളെ അത് എഫക്ട് ചെയ്യില്ല. പ്രിസിഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളെ അത് എഫക്ട് ചെയ്യില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ബാലൻസിങ് ഓഫ് ദ ഡൈനാമിക് ലോഡ്. ബാലൻസിങ് ഓഫ് ദ ഡൈനാമിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, പലപ്പോഴും അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വൈബ്രേഷൻ കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വെഹിക്കിൾസിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് കണ്ടിട്ടുണ്ടോ? ഈ ഡയഗ്രം നിങ്ങൾ നോക്കിയേ. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്ക് കുറെ പിസ്റ്റൺസ് കാണാം, അതൊരു സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്തതായിട്ടും കാണാം. അപ്പോ നിങ്ങൾ ഇതിനകത്ത് ഈ ഡയഗ്രം ക്ലോസർ ആയിട്ട് നോക്കി. അതായത് ഒരു കോമ്പണന്റ് മുകളിലേക്ക് ഈ ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു കോമ്പണന്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ മുകളിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ താഴേക്ക് നിൽക്കുന്നുണ്ട്. എത്ര പോർഷൻസ് മുകളിലേക്ക് നിൽക്കുന്നുണ്ടോ അതിന് ഈക്വൽ ആയിട്ടും ഓപ്പോസിറ്റ് ആയിട്ടും ഒരു പോർഷൻ താഴേക്കും ഉണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ സം ഫോഴ്സ് ഇസ് പുള്ളിങ് ഇറ്റ് അപ്പ് ആൻഡ് ഈക്വലന്റ് ഫോഴ്സ് ഇസ് പുഷിങ് ഇറ്റ് ഓൾസോ ഡൗൺ. ഓക്കെ, ഈ രണ്ട് മോഷൻ കൂടെ ഒരുമിച്ചാണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്രാങ്കിനെ തിരിക്കുന്നത് അല്ലെങ്കിൽ കറക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പിസ്റ്റൺ മുകളിലേക്ക്, രണ്ട് പിസ്റ്റൺ മുകളിലേക്ക് പുള്ള് ചെയ്യുമ്പോൾ ആ രണ്ട് പിസ്റ്റൺ താഴേക്ക് പുഷ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉള്ളപ്പോൾ തന്നെ താഴോട്ടും ഒരു ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യാനുണ്ട്. ഇവിടെ താഴോട്ട് ഫോഴ്സ് ഉള്ളപ്പോൾ തന്നെ ഒരു കോമ്പണന്റ് വെയിറ്റ് കണ്ടോ, ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ വെയിറ്റ് മുകളിൽ വന്നേക്കാണോ ആ ഡയറക്ഷനിൽ, മുകളിലത്തെ ഡയറക്ഷനിൽ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വൈബ്രേഷൻ നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവർ ഉദ്ദേശിക്കുന്നത്. ദ മെഷീൻ ഷുഡ് ബി ഡൈനാമിക്കലി ബാലൻസ്ഡ് ടു ലിമിറ്റ് ദ അൺബാലൻസ്ഡ് ഫോഴ്സസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഏത് മെഷീനും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ അൺബാലൻസ്ഡ് ഫോഴ്സിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആ മെഷീനിൽ ചില മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നാൽ നമുക്കതിനെ ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. ക്രാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ പോർഷൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് ഒരു വെയിറ്റ് താഴേക്കും നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ക്രാങ്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. കണ്ടോ, ഈ ഒരു സ്റ്റെം, ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, അത് മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ താഴെയും ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പോർഷൻ ഉണ്ട്, ഇതിനൊരു വെയിറ്റ് ഉണ്ടായിരിക്കും, ഇത് താഴെ നിൽക്കുന്നുണ്ട്.
ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, അതിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഈക്വൽ ആയിട്ട് അവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, താഴെയും പോർഷൻ ഉണ്ട്. ഓക്കെ, ഇത് ബാലൻസിങ്ങിന് സഹായിക്കും. അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ ഈ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ വരുന്നത് അഡോപ്റ്റിംഗ് എ സൂറ്റബിൾ ഫൗണ്ടേഷൻ. അത് നമുക്കറിയാം, അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയയിലുള്ള ഫൗണ്ടേഷൻ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതായത് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പരമാവധി കുറയ്ക്കാൻ നോക്കുക. സോ ദാറ്റ് ദ ഫ്രീക്വൻസി റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ 1.5. ഇതാണ് അഡോപ്റ്റിംഗ് എ സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊവൈഡിങ് ഐസൊലേഷൻ. പ്രൊവൈഡിങ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചറും മെഷീനും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാക്കാണ്, ബ്രേക്ക് ചെയ്യാണ് ഇൻ ബിറ്റ്വീൻ. അതിനെയാണ് ഐസൊലേഷൻ ഓഫ് ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ഐസൊലേഷൻ. എന്തൊക്കെ തരത്തിലുള്ള വൈബ്രേഷൻ ഐസൊലേഷൻ ആണുള്ളത്? ഒന്ന് ആക്റ്റീവ് ഐസൊലേഷൻ. ആക്റ്റീവ് ഐസൊലേഷന്റെ വേറൊരു പേര് ഫോഴ്സ് ഐസൊലേഷൻ എന്നും പറയും. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടും വൈബ്രേഷൻ കൺട്രോൾ സ്ട്രാറ്റജി വേർ ദ സോഴ്സ് ഓഫ് വൈബ്രേഷൻ ലൈസ് വിത്തിൻ ദ മെഷീൻ ഇറ്റ്സെൽഫ്. ഇവിടെ മെഷീനാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ആക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ, സറൗണ്ടിങ് ആയിട്ടുള്ള ഫ്ലോറിനെ പ്രൊട്ടക്ട് ചെയ്യുക ഫ്രം ദ വൈബ്രേഷൻ ഓഫ് ദ മെഷീൻ, അല്ലെങ്കിൽ വൈബ്രേഷൻ ജനറേറ്റഡ് ബൈ ദ മെഷീൻ. അതാണ് ആക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഒരു ഡീസൽ ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ജനറേറ്ററിന്റെ താഴെ നമ്മൾ ഇലാസ്റ്റോമറിക് ആയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് കൊടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിലേക്ക് അതിന്റെ ആ ജനറേറ്റർ വർക്ക് ചെയ്യുന്നതിന്റെ വൈബ്രേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അപ്പൊ മെഷീൻ അല്ലേ, അതായത് ആ ജനറേറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്, ആ ജനറേറ്റർ ആണ് വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേഷനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ വൈബ്രേഷനെ സ്ട്രക്ചറിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേഷൻ കൊടുക്കേണ്ടത്. അതേപോലെ ഫോർജിങ് ഹാമർ. ഫോർജിങ് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ച് പ്രസസ് എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയാ, ഒരു വലിയ ഹാമർ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് നമുക്ക് പലപ്പോഴും സ്മിത്തി വർക്കിൽ ആവശ്യം വരും. അതായത് നമ്മൾ ഈ ചൂളയിലിട്ട് നമ്മൾ കമ്പി പഠിപ്പിച്ച് അടിച്ച് പരത്തിയൊക്കെ ഷേപ്പ് ആക്കില്ലേ, അപ്പൊ അത് ലാർജ് ഹൈറ്റിൽ നിന്ന് ഒരു ലാർജ് ലോഡ് താഴെ വന്ന് വീഴാണ്. അപ്പൊ ഈ ഹൈ ഇമ്പാക്ട് ലോഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെ ആ ഫോർജ് ഹാമേഴ്സിലും നമ്മൾ ഇതുപോലെയുള്ള കുഷൻസ് അല്ലെങ്കിൽ ഐസൊലേറ്റേഴ്സ് കൊടുക്കും, റബ്ബർ പാഡ്സ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ആ മെഷീനാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ മെഷീനാണ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മുടെ സ്ട്രക്ചറെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ എന്താണ്, ഇതിനൊരു മോഡൽ മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് ഇതിനെ മോഡൽ ചെയ്യാൻ പറ്റും. ഒരു മാസ് ഉണ്ടായിരിക്കും, ഒരു സ്പ്രിംഗ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഫോഴ്സ് ഇൻപുട്ട്. ആ ഫോഴ്സ് ഇൻപുട്ട് ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? മെഷീനാണ് ജനറേറ്റ് ചെയ്യുന്നത്. മെഷീനാണ് വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ആ വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ മോഡൽ ചെയ്യാം, F = F0 sin ωt എന്ന് മോഡൽ ചെയ്യാം. പിന്നെ നമ്മൾ ഈ മെഷീനെ നമ്മൾ സ്ട്രക്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡാമ്പർ കൊടുക്കുന്നുണ്ട്, ഒരു ഡാമ്പിംഗ് എലമെന്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ മെഷീൻ ആണ് അറ്റ് ഇറ്റ് സ്പേസ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് നമ്മളത് പിക്ടോഗ്രാഫിക്കലി അല്ലെങ്കിൽ സ്കീമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ആക്റ്റീവ് ഐസൊലേഷൻ ആണെങ്കിൽ കണ്ടാം, മെഷീനിൽ വൈബ്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മെഷീനാണ് വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ ആണ് P0 sin ωt. അത് നമ്മൾ ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഐസൊലേറ്റർ കടന്നു പോയതിനു ശേഷമാണ് നിങ്ങളുടെ ഗ്രൗണ്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രക്ചർ വരുന്നത്, അല്ലെങ്കിൽ ഫ്ലോർ ഓഫ് ദി സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ പരമാവധി ഈ വൈബ്രേഷനെ ഈ ഫ്ലോറിലേക്ക് വരാതെ തടഞ്ഞു നിർത്താനാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത് കണ്ടോ. നിങ്ങളുടെ ഐസൊലേറ്ററിന്റെ സ്റ്റിഫ്നെസ്, ഐസൊലേറ്ററിന്റെ ഡാംപ്നെസ്. മാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെഷീന്റെ മാസ്, ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ P sin ωt എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഈ രണ്ട് ഡയഗ്രാംസും വരച്ചേക്കണം. ഇനി പാസീവ് ഐസൊലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ആക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, വൈബ്രേഷൻ കൺട്രോൾ സ്ട്രാറ്റജി വിത്ത് സോഴ്സ് ഓഫ് വൈബ്രേഷൻ എക്സ്റ്റേണൽ ആണ്. വൈബ്രേഷൻ എക്സ്റ്റേണൽ ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് പരമാവധി നമ്മുടെ ഡിവൈസിലേക്ക് വരാതെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഭൂചലനം ഉണ്ടെങ്കിൽ ആ ഭൂചലനം കൊണ്ട് നിങ്ങളുടെ സ്ട്രക്ചറിനൊന്നും പറ്റരുത്. അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇവിടെ പാസീവ് ഐസൊലേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പറ്റിയ എക്സാമ്പിൾ പറയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ സസ്പെൻഷൻ സിസ്റ്റം. അതായത് നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ബൈക്ക് റോഡിൽ കുറെ ഹമ്പ് ഉണ്ടാവും. ആ ഹമ്പ് എന്ന് പറയുന്നതാണ് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന കോമ്പണന്റ്. ഓക്കെ, ആ അൺബാലൻസ്ഡ് ഫോഴ്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കാണ് നമ്മുടെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ബൈക്കിലേക്ക് വൈബ്രേഷൻ വരരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സസ്പെൻഷൻ കൊടുക്കും. ഹമ്പ് കയറുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവും, ആ വൈബ്രേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പ്രിംഗ് കൊടുത്തിട്ടില്ലേ, അതാണ് വെഹിക്കിൾ സസ്പെൻഷൻ സിസ്റ്റം. അതൊരു പാസീവ് ഐസൊലേഷൻ ആണ്, കാരണം നമ്മൾ സ്ട്രക്ചറിനെയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നിടത്ത്, ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഇതൊന്നും കുലുങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്താ പറയാ ടിൽറ്റഡ് ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പരമാവധി വിത്തൗട്ട് എനി വൈബ്രേഷൻ പ്രൂഫ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള വൈബ്രേഷൻ ഐസൊലേറ്റേഴ്സ് കൊടുക്കും. അപ്പൊ ഇതിനെയും നമുക്ക് മോഡൽ ചെയ്യാം, മാസ് സ്പ്രിംഗ് അതുപോലെ തന്നെ ഇൻപുട്ട് മോഷൻ എന്നുള്ള രീതിയിൽ. നേരത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മോഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിലാണ് മോഷൻ ഉണ്ടാവുന്നത്. Z = A sin ωt. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് ഐസൊലേറ്റർ അത് മെഷീനിലേക്ക് കടത്തിവിടും. പരമാവധി മെഷീനിലേക്ക് കടത്തിവിടാതിരിക്കാനാണ് ഈ ഐസൊലേറ്റർ ശ്രമിക്കുക.
ഓക്കെ, ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് എ സൈൻ ഒമേഗ ടി വൈബ്രേഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഐസൊലേറ്ററിനെ മോഡൽ ചെയ്തേക്കുന്നതാണ് ഈ സ്റ്റിഫ്നർ ആയിട്ടും അതുപോലെ തന്നെ ഈ സ്പ്രിംഗ് ആയിട്ടും ഈ ഡാമ്പർ ആയിട്ടും. പിന്നെ ഈ മാസ് ആണ് മെഷീന്റെ മാസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. എന്ന് പറയുന്നത് ട്രാൻസ്മിസിബിലിറ്റി ആണ്. അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി നമ്മൾ ഏകദേശം ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡെറിവേഷന്റെ സമയത്ത്. എന്താണ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്? ഈ ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പഠിച്ച ഓർമ്മ. ടി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4d സ്ക്വയർ സൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4d സ്ക്വയർ സൈ സ്ക്വയർ. ചിലപ്പോൾ നിങ്ങൾ ഈ സൈ സ്ക്വയറിന് പകരം ആർ എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേഷ്യോ കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ഫ്രീക്വൻസി റേഷ്യോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ബൈ ഒമേഗ എൻ, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ബൈ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഇതറിയാമെങ്കിൽ വേണമെങ്കിൽ ആ ടേംസിൽ വേണമെങ്കിൽ നമുക്ക് പറയാം 1 പ്ലസ് 4d സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4d സ്ക്വയർ ആർ സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എത്രമാത്രമാണ് വൈബ്രേഷൻ ട്രാൻസ്മിറ്റഡ് ഫ്രം മെഷീൻ ടു ദ സ്ട്രക്ചർ ഓർ സ്ട്രക്ചർ ടു ദ മെഷീൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതായത് ഇൻ കേസ് ഓഫ് ആക്റ്റീവ് ഐസൊലേഷൻ ആണെങ്കിൽ ഈ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ ടു ദ വൈബ്രേറ്ററി ഫോഴ്സ് ഡെവലപ്ഡ് ബൈ ദ മെഷീൻ ഇറ്റ്സെൽഫ്. അതായത് മെഷീൻ എന്തുമാത്രം വൈബ്രേറ്ററി ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഇത്ര ഫോഴ്സ് ആണ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അതിന്റെ റേഷ്യോ ആണ് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ദ ഫോഴ്സ് ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ ബൈ ദ ഫോഴ്സ് ദാറ്റ് ഇസ് ഡെവലപ്ഡ് ബൈ ദ മെഷീൻ. ഇതാണ് ആക്റ്റീവ് ഐസൊലേഷന്റെ കേസിൽ. വേറെ പാസീവ് ഐസൊലേഷന്റെ കേസിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് force that is transmitted to the machine by the force that is developed in the surrounding environment. ഇവിടെ നിങ്ങൾക്ക് കാണാം പാസീവ് ടൈപ്പ് ഓഫ് ഐസൊലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് as the ratio of amplitude of the sensitive machine to the amplitude of the base, അതായത് സറൗണ്ടിങ് എൻവയറമെന്റ്. മെഷീനിലേക്ക് എന്തുമാത്രം ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം മെഷീൻ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ എത്രമാത്രം ബേസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിസിബിലിറ്റി. ഇൻ ബോത്ത് കേസസ് ദ ഇക്വേഷൻ റിമെയിൻസ് ദ സെയിം. അപ്പോൾ ഇവർ പറയുന്നത് അഥവാ ഡാമ്പിംഗ് ഫാക്ടർ വളരെ ലോ ആണെങ്കിൽ, ഓക്കെ, ഈ ഇക്വേഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാണ്. ഡാമ്പിംഗ് ഫാക്ടർ വളരെ ചെറുതാണെങ്കിൽ ഈ ഡി ബിക്കംസ് വെരി സ്മോൾ ആൻഡ് എന്താ പറയുക നെഗ്ലിജിബിൾ, ആൻഡ് ഹെൻസ് ദിസ് എൻറ്റയർ ടേം വാനിഷസ്. 4d സ്ക്വയർ ആർ സ്ക്വയർ അല്ല സോറി 4d സ്ക്വയർ സൈ സ്ക്വയർ വാനിഷ് ചെയ്യും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈഡ് ആവും. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈ സ്ക്വയർ where psi is called omega by omega n or f divided by fn, operating frequency by natural frequency. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ fn square by f square minus fn square, where f is operating frequency and fn is natural frequency. ഇങ്ങനെ എനിക്ക് ട്രാൻസ്മിസിബിലിറ്റിയെ മാറ്റും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ, അതായത് പരമാവധി നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒമേഗ അല്ല സൈ സ്ക്വയർ എന്ന് പറയുന്നത്, സൈ സ്ക്വയറിന്റെ വാല്യൂ വളരെ വലിയ വാല്യൂ ആണെങ്കിൽ ഈ 1 മൈനസ് 1 ബൈ സൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആവും, വിച്ച് മീൻസ് ട്രാൻസ്മിസിബിലിറ്റി ഡിക്രീസസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സൈസ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി വളരെ കുറയും. അതുകൊണ്ടാണ് ഫ്രീക്വൻസി റേഷ്യോ പരമാവധി 1.5 ഗ്രേറ്റർ 2 ഗ്രേറ്റർ ആയിരിക്കണം എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ ദാറ്റ് ഇസ് വാട്ട് ട്രാൻസ്മിസിബിലിറ്റി മീൻസ്. ഇത് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പലപ്പോഴും പല ആൻസറുകളിലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് എന്തൊക്കെ മെത്തേഡ്സ്, അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഐസൊലേഷൻ അല്ലാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ വൈബ്രേഷൻ, ആക്റ്റീവ് ആയിക്കോട്ടെ പാസീവ് ഐസൊലേഷൻസ് ആയിക്കോട്ടെ, എങ്ങനെയാണ് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് വഴി ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്മിസിബിലിറ്റി കുറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ഫർ കുറയ്ക്കാൻ പറ്റുക. ഒന്ന്, ഫസ്റ്റ് വൺ, ആക്റ്റീവ് ഐസൊലേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് കൗണ്ടർ ബാലൻസിങ് ദ എക്സൈറ്റിംഗ് ഫോഴ്സസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെഷീനിൽ റൊട്ടേറ്റിംഗ് ആയിട്ടോ റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടോ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ, ഒരു കൗണ്ടർ ബാലൻസിങ് ഉണ്ടാക്കിയെടുത്താൽ, ഓക്കെ, അതായത് ഒരു ഫോഴ്സ് ഔട്ട്വേർഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരെണ്ണം ഇൻവേർഡ് ആക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ അതൊരു അൺബാലൻസ്ഡ് വൈബ്രേഷൻ, അതൊരു ബാലൻസ്ഡ് ആയി മാറും. ഓക്കെ, അപ്പോ അതാണ് കൗണ്ടർ ബാലൻസിങ് ദ എക്സൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മെക്കാനിസം. ഇത് ആക്റ്റീവ് ഐസൊലേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ യു ക്യാൻ റീഡ് ഹിയർ. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് മെയ്സ് ഓഫ് റെഡ്യൂസിംഗ് ദ വൈബ്രേഷൻ ഈസ് ടു ട്രീറ്റ് ദ സോഴ്സ് ഇറ്റ് സെൽഫ്. സോഴ്സിനെ തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൗണ്ടർ ബാലൻസിങ് കൊടുത്തുകൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫോഴ്സ് പെർപെൻഡിക്കുലർ പിസ്റ്റണോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ് ചെയ്യുന്നതിന്റെ ഒരു മൂവിംഗ് കോമ്പണന്റ് ഉണ്ടെങ്കിൽ ആ മൂവിംഗ് കോമ്പണന്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ ഒരു ഈക്വലന്റ് മാസിനെ പർപ്പസ്ഫുള്ളി മൂവ് ചെയ്യിപ്പിക്കുക, സോ ദാറ്റ് ആ ഫോഴ്സ് ഗെറ്റ് കോമ്പൻസേറ്റഡ്. അൺബാലൻസ്ഡിനെ ബാലൻസ്ഡ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ, സ്റ്റെബിലൈസേഷൻ ഓഫ് ദ ഫോഴ്സ് സോയിലാണ്.
അതായത് ഈ ഫൗണ്ടേഷൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ മെഷീൻ ഇരിക്കുന്ന ഫൗണ്ടേഷന് പുറത്തായിരിക്കും, ഫൗണ്ടേഷൻ ഇരിക്കുന്ന സോയിലിന് പുറത്തായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോയിലിലേക്കുള്ള ട്രാൻസ്ഫർ കുറയ്ക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് സോയിലിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാം. നമുക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. സോയിൽ വളരെ സോഫ്റ്റ് ആണെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആയി മാറും. സോ വളരെ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല സോയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ വരുന്ന സമയത്ത് അത് എന്താ പറയാ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്സിൽ വൈബ്രേറ്റ് ചെയ്യും. അത് ഇറ്റ് വിൽ നോട്ട് സെർവ് ദ പർപ്പസ്, സർവീസബിലിറ്റി വിൽ ഗെറ്റ് അഫക്റ്റഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോയിലിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കും. സ്റ്റെബിലൈസേഷൻസ് നമുക്ക് ചെയ്യാം, സിമെന്റ് സ്റ്റെബിലൈസേഷൻസ്, കെമിക്കൽ സ്റ്റെബിലൈസേഷൻസ്, ഇതൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് അതിനെ ഒന്ന് ഇത്തിരി എണ്ണങ്ങൾ റിജിഡാക്കി മാറ്റാൻ പറ്റും. പിന്നെ വരുന്നത് സ്ട്രക്ചറൽ മെഷേഴ്സ് ആണ്. സ്ട്രക്ചറൽ മെഷേഴ്സിലാണ് നമുക്ക് കോമൺ ആയിട്ടും പല മെത്തേഡ്സ് ഉണ്ട് സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ. ഒന്ന് ഈ ഫൗണ്ടേഷന്റെ മാസ്, ഈ ഫൗണ്ടേഷന്റെ ഏരിയ, ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇതിൽ കുറച്ച് സ്ട്രക്ചറൽ മെഷേഴ്സ് പറയുന്നുണ്ട് ഇതൊക്കെയാണ്. ഫോളോയിങ് ആണ് സം ഓഫ് ദ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ, അതായത് ഈ മെഷീൻ ഇരിക്കുന്ന ഫൗണ്ടേഷന്റെ മാസ്, അതുപോലെ തന്നെ അതിന്റെ ഏരിയ, ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യുന്ന വഴി നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം. എന്തിനാ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പെർമിസിബിൾ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ 0.4 അല്ലെങ്കിൽ 0.5 ഓർ ഗ്രേറ്റർ ദാൻ 1.5 ആണ്. ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, യൂസ് എ സ്ലാബ് അറ്റാച്ച്ഡ് ടു ഫൗണ്ടേഷൻ. അതായത് ഡയമെൻഷൻ ഓഫ് ദ അറ്റാച്ച് സ്ലാബ് ഇസ് സോ ചോസൺ ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ ഓഫ് ദ സിസ്റ്റം ഇസ് റെഡ്യൂസ്ഡ് ടു എ റിക്വയർഡ് ലിമിറ്റ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഷീൻ ഫൗണ്ടേഷനെ നമ്മൾ അഡീഷണൽ ആയിട്ട് സ്ലാബുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഫ്ലോറിന്റെ സ്ലാബോ അല്ലെങ്കിൽ റൂഫിന്റെ സ്ലാബോ ഒന്നുമല്ല. അഡീഷണൽ ആയിട്ട് നമ്മൾ അതിനകത്ത് വെയിറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലോ അല്ലെങ്കിൽ മെഷീൻ ഫൗണ്ടേഷന്റെ സൈഡിലോ ഒക്കെ ആയിട്ട് സ്ലാബുകൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ ഈ മെഷീൻ ഫൗണ്ടേഷന്റെ മാസ് കൂടും. ആ മാസ് കൂടി നമുക്ക് അതിന്റെ ഫ്രീക്വൻസി നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. 1/2π√k/m. മാസ് ആണ്. മാസ് കൂടുന്ന വഴി ഫ്രീക്വൻസി കുറയും. നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇതാണ് അനദർ സ്ട്രക്ചറൽ മെഷർ എന്ന് പറയുന്നത്. ഒന്ന് ഏരിയ കൂട്ടുക, പിന്നെ മാസ് കൂട്ടുക. ആ മാസ് കൂട്ടുന്നതിന് ഒരു മെത്തേഡാണ് ഈ സ്ലാബ് അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് ഓക്സിലറി സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. ഈ ഓക്സിലറി സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മാസ് സ്പ്രിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതായത് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ മെഷീൻ അല്ലെങ്കിൽ മാസ് ഓഫ് ദ മെഷീൻ ഫൗണ്ടേഷൻ പ്ലസ് മാസ് ഓഫ് ദ മെഷീൻ റെസ്റ്റിംഗ് ഓൺ എ സ്പ്രിംഗ്. ഇതാണല്ലോ നമ്മൾ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഒരു സ്പ്രിംഗ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഇതിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്പ്രിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ആ കോമ്പണന്റിനെ അല്ലെങ്കിൽ ആ മാസിനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫ്രീക്വൻസിക്ക് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ഡെപിക്ട് ചെയ്ത്, ഇതാണ് നിങ്ങളുടെ മെയിൻ മാസ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് മാസ് ഉണ്ട്, ഇവിടെ നിങ്ങൾ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ സ്പ്രിംഗ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് യുവർ സ്പ്രിംഗ്. അപ്പോ ആൻഡ് ദിസ് മാസ് ഇസ് റെസ്റ്റിംഗ് ഓൺ നിങ്ങളുടെ ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ ഇത് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇനി ഇതിന് പുറമെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു മാസ് ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ സ്പ്രിംഗിൽ തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു മാസ് കൊണ്ടുവരികയാണ്. സോ ദാറ്റ് ഇത് M1 ആൻഡ് ദിസ് ഇസ് M2. ഓക്കെ, ആൻഡ് ഈ മാസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു അഡീഷണൽ മാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് വരുന്നതിൽ, അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് വരുന്നതിന്റെ ഫ്രീക്വൻസി എന്താണോ ഒമേഗ, അത് തന്നെയായിരിക്കും ഈ M2വിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗ എന്ന് പറയുന്ന എക്സ്റ്റേണൽ വൈബ്രേഷൻ വരുമ്പോൾ ഈ M2 എന്ന് പറയുന്ന മാസ് ഒരുപാട് ഓസിലേറ്റ് ചെയ്യും. കാരണം M2വിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന വൈബ്രേഷന്റെ ഫ്രീക്വൻസിയും ഒന്നാണ്. അപ്പൊ റെസൊണൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിസിൽ വാട്ട് ഹാപ്പൻസ്, ഈ M2 ഭയങ്കരമായിട്ട് ഓസിലേറ്റ് ചെയ്ത് പരമാവധി എനർജി അത് ഡിസിപ്പേറ്റ് ചെയ്തോളും. അപ്പൊ M1 വലിയ എഫക്ട് ഉണ്ടാവില്ല. ഓക്കെ, അതായത് M1 വരാനിരുന്ന വൈബ്രേഷനെ നമ്മൾ M2ലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് M2വിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് മാച്ച് ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഐസൊലേഷൻ ബൈ ട്രെഞ്ച് ബാരിയേഴ്സ് ആണ്. ട്രെഞ്ച് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ഫുട്ടിംഗ് ഉണ്ട്, ഇത് ഓസിലേറ്റ് ചെയ്യും, ഇതൊരു ഗ്രൗണ്ടിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രൗണ്ടിനെ അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാത്ത വിധത്തിൽ കട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ആ വൈബ്രേഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫേർഡ് ആവില്ല. ഇതൊരു സഫീഷ്യന്റ് ഡെപ്ത് വരെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ എയർ ആയിരിക്കും ഫിൽഡ്, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും ഫിൽഡ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഐസൊലേഷൻ ബൈ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഐസൊലേഷൻ ബൈ ട്രെഞ്ച് ബാരിയേഴ്സ് ആണ്. ട്രെഞ്ച് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ഫുട്ടിംഗ് ഉണ്ട്, ഇത് ഓസിലേറ്റ് ചെയ്യും, ഇതൊരു ഗ്രൗണ്ടിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രൗണ്ടിനെ അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാത്ത വിധത്തിൽ കട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ആ വൈബ്രേഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫേർഡ് ആവില്ല. ഇതൊരു സഫീഷ്യന്റ് ഡെപ്ത് വരെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ എയർ ആയിരിക്കും ഫിൽഡ്, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും ഫിൽഡ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഐസൊലേഷൻ ബൈ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.
പിന്നെ വരുന്ന മെത്തേഡുകളാണ് ഐസൊലേഷൻ ഇൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. അതായത് പരമാവധി നമ്മുടെ വൈബ്രേറ്റിംഗ് മെഷീനെ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് ഐസൊലേറ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. റബ്ബർ കാർപ്പറ്റുകൾ, സ്റ്റീൽ ഹെലിക്കൽ സ്പ്രിങ്ങുകൾ, എയർ ബെലോസ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ വൈബ്രേഷൻ ഐസൊലേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൈനാമിക് പ്രോപ്പർട്ടീസ്. ഇത് ഡയറക്റ്റ് സിലബസിലുള്ളതാണ്, സോ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഷോർട്ട് ആയിട്ട് ചോദിച്ചിരിക്കും. ഡൈനാമിക് പ്രോപ്പർട്ടീസ് പഠിച്ചു പോയിരിക്കണം ഓരോന്നിന്റെയും. ഇപ്പോൾ സ്റ്റീൽ കോയിൽ സ്പ്രിംഗ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ്, ഓക്കെ, സ്റ്റിഫ്നെസ്സിനെ കുറിച്ചും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ലോ ആയിരിക്കും. പിന്നെ ഡാമ്പിങ്ങും വളരെ കുറവായിരിക്കും. ലോഡിംഗ് കപ്പാസിറ്റി നല്ല കൂടുതലായിരിക്കും. നല്ല എക്സലന്റ് ഫെറ്റീഗ് ലൈഫ് ആയിരിക്കും. അതായത് ഒരുപാട് സൈക്കിൾസ് ഓഫ് ലോഡ് അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ക്രീപ്പ് വളരെ കുറവായിരിക്കും. ഓയിലിന് റെസിസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ആൻഡ് ഏജിങ്ങിനും റെസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു 4-5 പ്രോപ്പർട്ടീസ് എല്ലാ ഇതിനെ കുറിച്ച് പഠിച്ച് നിങ്ങൾ പോയിരിക്കണം. റബ്ബർ സ്പ്രിങ്ങിനെ കുറിച്ചും അതേപോലെ കോർക്ക് പാഡിനെ കുറിച്ചും പിന്നെ ഫെൽറ്റിനെ കുറിച്ചും ഫെൽറ്റ് പാഡ്സിനെ കുറിച്ചും. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്, അത് ഫാബ്രിക് ആണ്, നമ്മുടെ തുണി. ഇന്റർലോക്ഡ് ആയിട്ടുള്ള വുള്ളാവാം അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സ് ആവാം. സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കംപ്രഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, നല്ല ടെൻഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ഒന്ന് സ്റ്റിഫ്നെസ്. എന്തായിരിക്കും സ്റ്റിഫ്നെസ് ഫോർ ഓൾ ദീസ് 4 ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ഐസൊലേറ്റേഴ്സ്. പിന്നെ എന്താണ് ഡാമ്പിംഗ്, എത്രയായിരിക്കും ഡാമ്പിംഗ് ഉണ്ടാവുക ഈ 4 ഈ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ എത്രമാത്രം കംപ്രഷൻ എടുക്കാൻ പറ്റും, ഈ സ്ട്രെസ് എത്ര എടുക്കാൻ പറ്റും, പിന്നെ എൻവയൺമെന്റ് ആൻഡ് ക്രീപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെഞ്ച്, ഓപ്പൺ ട്രെഞ്ചസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇതിനെക്കുറിച്ച് ചോദിക്കാം, എന്താണ് ഒരു വേവ് ബാരിയർ ബൈ ട്രെഞ്ചസ്, ഓപ്പൺ ട്രെഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഫംഗ്ഷൻ ഇതിനകത്ത് കാണാം നിങ്ങൾക്ക്. ടു റിഫ്ലക്ട്, സ്കാറ്റർ ഓർ ഡെസിപ്പേറ്റ് ദ സർഫസ് വേവ്സ് ആൻഡ് ബോഡി വേവ്സ് ബിഫോർ ദ റീച്ച് ദ സെൻസിറ്റീവ് സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സർഫസ് വേവ്സിനെയും ബോഡി വേവ്സിനെയും, ഇവിടെ വൈബ്രേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തു ഒരുപാട്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സോയിലിൽ സർഫസ് വേവ്സും ബോഡി വേവ്സും ജനറേറ്റ് ചെയ്യും. ഇത് ഇവിടെ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തി കഴിയുമ്പോൾ അത് ഡിസപ്പിയർഡ് ആവും. ഒന്നല്ലെങ്കിൽ അത് ഡിസ്പേഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ ഡിഫ്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ ഇന്റർഫിയർഡ് ആവും. അങ്ങനെ ഇത് കാണാതാവും അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ വർക്കിംഗ് മെക്കാനിസത്തെ കുറിച്ചും ഇവർ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് ഡൈ ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറ്റൻവേറ്റ് ചെയ്ത് പോകുന്നത്. ചില വേവ്സ് ഒക്കെ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സോഴ്സ് ആണ്. അതായത് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ, ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടം വരെ ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ എയർ ക്യാവിറ്റി അല്ലെങ്കിൽ വാട്ടർ ആണ്. അപ്പൊ അതൊരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ, കണ്ടിന്യൂസ് അല്ലല്ലോ, ഇവിടെ ഒരു ചെറിയൊരു ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്കണ്ടിന്യൂറ്റി എത്തി കഴിയുമ്പോൾ ഈ വേവ്സ് ഒന്നും റിഫ്ലക്റ്റഡ് ബാക്ക് ആവും. അത് പോയ വേവ് തിരിച്ചിങ്ങോട്ട് വരും. ചിലത് ഡിഫ്രാക്ട് ചെയ്ത് പോകും ആ ട്രെഞ്ച് എഡ്ജസിൽ. ഓക്കെ, ചിലത് ആ ട്രെഞ്ചിന്റെ അകത്ത് ട്രാപ്പ് ആയി പോകും. അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അത് ട്രാപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡിസിപ്പേഷൻ നടക്കുന്നത്. പിന്നെ ഈ ട്രെഞ്ചിന് നമ്മൾ കൊടുക്കുന്ന കോമൺ ഡയമെൻഷൻ ആണ്. ഓക്കെ, ഏകദേശം വേവിന്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ, റൈലേ വേവ് ലെങ്ത് നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഡെപ്ത് ആണ് മോസ്റ്റ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ആ ഡെപ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.6 to 1 times that of lambda റൈലേ വേവ് ലെങ്ത്. ഓക്കെ, ഇനി റൈലേ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് VR ഡിവൈഡഡ് ബൈ F ചെയ്താൽ മതി. VR എന്ന് പറയുന്നത് റൈലേ വേവ് വെലോസിറ്റി ആണ്. ഒരു സോയിൽ നമുക്കറിയാമെങ്കിൽ ആ സോയിലിന്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് റൈലേ വേവ് വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി നമുക്ക് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് നമുക്ക് വി കൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് വേവ് ലെങ്ത്. ഓക്കെ, ഇതുപോലെ വിഡ്ത് കണ്ടുപിടിക്കാനും നമ്മുടെ റൈലേ വേവ് ലെങ്തുമായിട്ട് കണക്ട് ചെയ്ത ഇക്വേഷൻസ് ഉണ്ട്. ഓഫൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്രയാണെന്നുള്ള ഒരു തമ്പ് റൂളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലൊക്കേഷൻ എത്ര ഡിസ്റ്റൻസിലായിരിക്കണം ഈ ട്രെഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഓൾസോ യു ഹാവ് ദാറ്റ് ഇക്വേഷൻ. ഷേപ്പ് എന്തായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ഫൈൻ.